ആരൊക്കെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് അവശേഷിക്കുന്നത് എന്നുള്ള മത്സര ചിത്രം ഇന്ന് നമുക്കറിയാം. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. വിമത ഭീഷണിയുള്ള സ്ഥാനാർത്ഥികളെ അനുനയിപ്പിച്ച് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പത്രിക പിൻവലിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് ഇപ്പോൾ മുന്നണികളെല്ലാം. എല്ലായിടത്തുമുണ്ട് വിമത ഭീഷണി. പല ആളുകളും ഒരു ചെറിയ ഇലക്ഷനാണ് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ഇലക്ഷനാണോ വാർഡിലൊക്കെ നടക്കുന്നതെന്ന് സംശയം തോന്നലിൽ അത്ര കൂടുതൽ വിമത ഭീഷണി ഓരോ മുന്നണിയും നേരിടുകയാണ്. തെരഞ്ഞെടുപ്പ് ജോലിയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പോസ്റ്റൽ ബാലറ്റ് വിതരണം ഈ ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്നും അറിയുന്നു. നമ്മളുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മളുടെ പ്രതിനിധികൾ ഒപ്പം ചേരും. അപ്പോൾ നമ്മുടെ 24 പട്ടാളം സജീവമായി കഴിഞ്ഞു. രാവിലെ തന്നെ നിൽക്കുന്ന കണ്ടില്ലേ, നല്ല ആർമി. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് ഷെവീദ് റാവുത്തർ ചേരും. അതുപോലെ കൊച്ചിയിൽ നിന്ന് ബിപിൻ സി വിജയൻ ചേരും. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മണം ചേരും. നമ്മുടെ റീജിയൻ്റെ മേധാവികളാണ് ഇവരൊക്കെ തന്നെ. അവരുടെ റീജിയനിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിക്കാൻ വിവരങ്ങളുമായി ചേരുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. പറയൂ ഷെഫീദ്, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്താകെയുള്ള ആവേശം അത് തിരുവനന്തപുരത്തുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ ഇന്നലെ വൈകിട്ടാണ് വന്നത്. ആ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ 1,07,211 സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സ്വീകരിച്ചിട്ടുണ്ട്. 1,54,547 പത്രികകളാണ് അംഗീകരിച്ചിട്ടുള്ളത്. 2,479 പത്രികകൾ ഇന്നലെ വരെ തള്ളിയിട്ടുമുണ്ട്. മാത്രമല്ല, ഇനി ഇക്കാര്യത്തിൽ ഇന്ന് 3 മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയപരിധി. ഇന്ന് 3 മണിവരെ മുന്നണികൾക്ക് അവരുടെ വിമതരെ അനുനയിപ്പിക്കാം, മറ്റ് സമവായ ചർച്ചകൾ നടത്താം, അതൊക്കെ നടത്താം. അതിനുശേഷം ഇക്കാര്യത്തിലെ അന്തിമ പട്ടിക വൈകിട്ട് 7 മണിയോടുകൂടി വരണാധികാരികൾ അവരവരുടെ ഓഫീസിൽ തയ്യാറാക്കി അത് പ്രദർശിപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കും. ഇനി ജില്ലകളുടെ കണക്കുകൾ നോക്കിയാൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ ജില്ലകളുടെ കണക്കുകൾ നോക്കിയാൽ തിരുവനന്തപുരത്ത് ആകെ സ്വീകരിച്ചത് 12,102 പത്രികകളാണ്. അംഗീകരിച്ചത് 8,588. കൊല്ലം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ ആകെ സ്വീകരിച്ചത് 11,758, അംഗീകരിച്ചത് 7,168. പത്തനംതിട്ടയിൽ ആകെ സ്വീകരിച്ചത് 7,386, അംഗീകരിച്ചത് 4,219. ഇങ്ങനെയാണ് തെക്കൻ കേരളത്തിലെ 3 ജില്ലകളുടെ കണക്കുകൾ. മാത്രവുമല്ല, വിമത ശല്യം അത് തെക്കൻ കേരളത്തിലെ പല സ്ഥലങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് പ്രധാന പോരാട്ടങ്ങൾ നടത്തുന്ന പല സ്ഥലങ്ങളിലുമുണ്ട്. അവിടെയൊക്കെ ഇന്നലെ അർദ്ധരാത്രിയിലും തിരക്കിട്ട ചില ചർച്ചകളൊക്കെ പ്രാദേശികമായി നടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് മുന്നണികളുടെ ജില്ലാ ഘടകങ്ങളും സംസ്ഥാന ഘടകങ്ങളും ചിലരെ അന്വയിപ്പിക്കാൻ നീക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഈ തിരുവനന്തപുരം നഗരസഭ മാത്രം ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, തിരുവനന്തപുരം നഗരസഭയിൽ LDF-ന് 3 വിമതന്മാരുള്ളത്. കടകംപള്ളി സുരേന്ദ്രൻ MLA-ക്കെതിരെ ആരോപണം ഉന്നയിച്ച് ഉള്ളൂരിൽ നിന്ന് ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫ് K. ശ്രീകണ്ഠൻ, ചെമ്പഴന്തിയിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനി അശോകൻ, വാഴോട്ടുകോണത്ത് വാർഡിലെ LDF സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച ലോക്കൽ കമ്മിറ്റി അംഗം KV മോഹനൻ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. UDF-ൽ പുഞ്ചക്കരി, കഴക്കൂട്ടം, പൗണ്ടുകടവ് വാർഡുകളിലാണ് വിമതർ രംഗത്തെത്തിയിട്ടുള്ളത്. നിലവിലിപ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭയിൽ NDA-ക്ക് വലിയ അല്ലെങ്കിൽ BJP-ക്ക് വലിയ തലവേദനയില്ല. എന്നാൽ വർക്കല നഗരസഭയിൽ NDA-യുടെ ഘടകകക്ഷികളുമായുള്ള തർക്കങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ BJP-ക്ക് ആയിട്ടില്ല. അക്കാര്യത്തിലടക്കം തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ ജില്ലാ പഞ്ചായത്തുകളിലും ചില വിമതർ, പ്രത്യേകിച്ച് ചില VIP വിമതർ അടക്കമുള്ള ആളുകൾ ഒരു പക്ഷേ ഇന്ന് പ്രത്യക്ഷപ്പെടാം. അവരൊക്കെ ആരാണ്, എന്തൊക്കെയാണ് അവസാനത്തെ ചിത്രം എന്നുള്ള കാര്യം ഇന്ന് 3 മണിക്ക് ശേഷം നമുക്ക് അറിയാൻ കഴിയും. താങ്ക് യു ഷെഫീദ് റാവുത്തർ. ഇനി കൊച്ചിയിൽ നിന്ന് ബിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. തദ്ദേശ ചിത്രം എന്താണ് എന്ന് വിപിൻ പറയും. ഗുഡ് മോർണിംഗ് ബിപിൻ സി വിജയൻ, പറയൂ. ഗുഡ് മോർണിംഗ് SKN. കൊണ്ടുപിടിച്ച ശ്രമമാണ് വിമതരെ അനുനയിപ്പിക്കാൻ വേണ്ടി 3 മുന്നണികളും ഒരുപോലെ മധ്യ കേരളത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷൻ ഇപ്രാവശ്യം കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് വന്ന UDF-നാണ് ആദ്യഘട്ടത്തിലൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അവിടെ ആലങ്ങാട് ഡിവിഷനിലും ഒപ്പം തന്നെ കടമക്കുടി ഡിവിഷനിലുമുള്ള 2 പത്രികകൾ ഇതിനോടകം തന്നെ തള്ളിയിരുന്നു. അവിടെ 2 സ്ഥലത്തും കോൺഗ്രസിന് ഒരു ഡമ്മി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ വിമത ശല്യം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ 4 സ്ഥലങ്ങളിലാണ് ഈ ഒരു വിമത ശല്യം നിലനിൽക്കുന്നത്. അതിൽ തോപ്പുംപടിയുണ്ട്, ഒപ്പം തന്നെ പള്ളിക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുണ്ട്. ഇവിടെയൊക്കെ ശക്തരായ വിമതരാണ് എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ അനുനയിപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമങ്ങൾ ഇതിനോടകം തന്നെ നടങ്ങിയിട്ടുണ്ട്. പല്ലാരിമംഗലത്ത് അവിടെ LDF-ന്റെ ഒരു മുന്നണിയായിട്ടല്ല നിൽക്കുന്നത് എന്നുള്ളതാണ്. CPM-CPI തർക്കം ആ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു അനുനയിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിമതൻ മത്സരിക്കാനുള്ള സാധ്യത പല്ലാരിമംഗലത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു. ഒപ്പം ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കട്ടപ്പന നഗര
നഗരസഭയിലാണ്. ഏകദേശം 10 വിമതരാണ് അവിടെ UDF-ന് ഭീഷണിയായി നിൽക്കുന്നത്. ഈ 10 പേരിൽ 2 പേരെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളാക്കി ഇപ്പോഴുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ പിൻവലിക്കുക എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ ഒരു അനുനയ നീക്കം നടക്കുന്നത്. അത് ഇന്ന് തന്നെ ഉണ്ടാകാം എന്നുള്ളതാണ്. അങ്ങനെ വിമതരുടെ ഒരു ഭീഷണിയുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടാകുന്നു. തൊടുപുഴയിലും സമാനമായി തന്നെ ലീഗ് കോൺഗ്രസിന്റെ ഒരു തർക്കമുണ്ടായിരുന്നു. ഇപ്പോൾ ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ അവിടെ LDF-നാണ് കൂടുതലായിട്ടുള്ള ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. രാമങ്കരിയിൽ 8 ഇടത്ത് CPI ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള തീരുമാനം തന്നെ ജില്ലാ നേതൃത്വം ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ മത്സരരംഗത്ത് വരികയാണെങ്കിൽ അവിടുത്തെ ഒരു മത്സര ചിത്രം തന്നെ മറ്റൊന്നായിരിക്കും. ഒപ്പം തന്നെ അതിൻ്റെ റിസൾട്ടും പിന്നീട് അങ്ങോട്ട് വലിയ അനുരണനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കുമെന്ന് ഉറപ്പാണ്. അമ്പലപ്പുഴയിൽ മുസ്ലിം ലീഗുമായിട്ടുള്ള തർക്കം ഏറെക്കുറെ പരിഹരിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ ലീഗ് നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക ഇന്ന് പിൻവലിക്കും. അങ്ങനെ അവിടെ ഒരു അനുനയ നീക്കം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. തൃശ്ശൂരിലേക്ക് വന്നാൽ ഈ ഒരു മധ്യ കേരളത്തിൽ ഏറ്റവും കുറവ് ഈ വിമത ശല്യം 3 മുന്നണികൾക്കുമുള്ള ഒരു ജില്ലയായിട്ട് തൃശ്ശൂരിനെ പറയാം. അവിടെ കേരള കോൺഗ്രസ് എം 3 സ്ഥാനാർത്ഥികളെ കോർപ്പറേഷനിലേക്ക് നിർത്തിയിരുന്നു. LDF-ഉമായിട്ടുള്ള ഒരു ചർച്ചയെ തുടർന്ന് ഈ 3 പേരെയും പിൻവലിക്കും എന്നുള്ളതാണ് ഈ അവസാന മണിക്കൂറിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് പറയാം. പക്ഷേ CPM-ന് വലിയ ഭീഷണിയായി ബീന മുരളി അവിടെ വിമതയായി കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നു എന്നുള്ളതും തൃശ്ശൂരിലെ ചിത്രമാണ്. ഇന്നിപ്പോൾ വരുന്ന മണിക്കൂറിൽ ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു സമയത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും ഇത് മാറി മറിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉദ്യോഗം ജനിപ്പിക്കുന്ന കാര്യം മധ്യ കേരളത്തിലും. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.